Blessed are you. നീ ഭാഗ്യവാൻ. Who is like you? നിനക്ക് തുല്യൻ ആർ? You are a people saved by the Lord. യഹോവയാൽ രക്ഷിക്കപ്പെട്ട ജനമേ. Moses says this about Israel. മോശ ഇസ്രായേലിനെ കുറിച്ച് പറയുന്ന വാക്കുകളാണിത്. According to Deuteronomy 33:29. ആവർത്തനം 33:29 പ്രകാരം. My friend, എന്റെ സ്നേഹിത, you are saved by the Lord. നിങ്ങൾ ദൈവത്താൽ You രക്ഷിക്കപ്പെട്ടവരാണ്. will be saved by the Lord. നിങ്ങൾ ദൈവത്താൽ രക്ഷിക്കപ്പെടും. The world would have tried to destroy you, ലോകം നിങ്ങളെ നശിപ്പിക്കുവാൻ ശ്രമിച്ചിരിക്കാം. but God will save you. എന്നാൽ ദൈവം നിങ്ങളെ രക്ഷിക്കും. And the world will say, ലോകം പറയും, who is like this person? ഈ വ്യക്തിക്ക് തുല്യൻ ആർ? He is the blessed person by the God of gods. ഇവൻ ദേവാദി ദേവനാൽ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്. She is the blessed person by the Lord of lords. ഇവൾ കർത്താദി കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്. You'll be greatly honored നിങ്ങൾ അത്യധികമായി മാനിക്കപ്പെടും. because the Lord has saved you കാരണം ദൈവം നിങ്ങളെ രക്ഷിച്ചിരിക്കുന്നു. and will save you. ദൈവം നിങ്ങളെ രക്ഷിക്കും. Firstly, God saved Noah. ഒന്നാമതായി ദൈവം നോഹയെ രക്ഷിച്ചു. According to Genesis 6:9, ഉൽപ്പത്തി 6:9 പ്രകാരം he was a righteous man. അവൻ നീതിമാനായിരുന്നു. He was a blameless man. അവൻ നിഷ്കളങ്കനായിരുന്നു. Though everyone criticized him, എല്ലാവരും അവനെ വിമർശിച്ചുവെങ്കിലും everyone around him were living in sin, അവന് ചുറ്റിലുമുള്ള എല്ലാവരും പാപത്തിൽ ജീവിച്ചിരുന്നു. he and his family were blameless before God and man. നോഹയും നോഹയുടെ കുടുംബവും ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുൻപാകെ He നിഷ്കളങ്കരായിരുന്നു. was righteous. അവൻ നീതിമാനായിരുന്നു. He did the will of God. അവൻ ദൈവത്തിന്റെ ഹിതം ചെയ്തു. Yes, out of nowhere he built an ark when God wanted him to build it. അതെ, ദൈവം അവനോടൊരു പെട്ടകം നിർമ്മിക്കുവാൻ ആവശ്യപ്പെട്ടപ്പോൾ അവൻ ഒരു പെട്ടകം പണിതു. He never questioned God. അവൻ ഒരിക്കലും ദൈവത്തെ ചോദ്യം ചെയ്തില്ല. He went with the wisdom of God, revelation from God. അവൻ ദൈവിക ജ്ഞാനത്തോടെ ദൈവത്തിൽ നിന്നുള്ള വെളിപ്പാടോടെ മുന്നോട്ട് പോയി. Everybody would have asked him questions. എല്ലാവരും അവനോട് ചോദ്യങ്ങൾ He ചോദിച്ചിരിക്കും. just said, God wants it, I will build the ark. അതിന് മറുപടിയായി അവൻ ഇങ്ങനെ പറഞ്ഞു, ദൈവം ആവശ്യപ്പെട്ടു, ഞാനത് He ചെയ്തു. was righteous and blameless. അവൻ നീതിമാനും നിഷ്കളങ്കനുമായിരുന്നു. And that's why God saved him in the time of the flood. അതുകൊണ്ടാണ് ആ വെള്ളപ്പൊക്കത്തിൽ നിന്ന് ദൈവം അവനെ രക്ഷിച്ചത്. Yes, that's how we built Karunya. അതെ, അങ്ങനെയാണ് ഞങ്ങൾ കാരുണ്യ പണിതുയർത്തിയത്. God spoke to my father. ദൈവം എന്റെ പിതാവിനോട് സംസാരിച്ചു. Build a university. സർവകലാശാല പണിതുയർത്തി. When we had no money, ഞങ്ങളുടെ പക്കൽ പണമില്ലാത്തപ്പോൾ we were in debt in our personal home, which was mortgaged. ആ സമയത്ത് ഞങ്ങൾ കടഭാരത്തിലായിരുന്നു. ഞങ്ങളുടെ വീട് പോലും ഞങ്ങൾ പണയം വെച്ചിരുന്നു. And we had a second-hand car, used car. ഞങ്ങൾ ഒരു പഴയ കാറാണ് ഉപയോഗിച്ചിരുന്നത്. In the midst of our personal debt, God says, build a university. ഞങ്ങളുടെ വ്യക്തിപരമായ കടഭാരങ്ങൾക്ക് മധ്യത്തിൽ ദൈവം ഞങ്ങളോട് പറഞ്ഞു, സർവകലാശാല പണിതുയർത്തു. And when he announced it, എന്റെ പിതാവ് അതിനെക്കുറിച്ച് പ്രഖ്യാപിച്ചപ്പോൾ his kidneys failed. അദ്ദേഹത്തിന്റെ വൃക്കകൾ പ്രവർത്തനരഹിതമായി. And my sister Angel എന്റെ സഹോദരി ഏഞ്ചൽ was killed in a cruel car ഒരു accident. കാർ അപകടത്തിൽപ്പെട്ട് ദാരുണമായി കൊല്ലപ്പെട്ടു. There was no way ഞങ്ങൾക്ക് മുൻപിൽ ഒരു വഴിയും to ഉണ്ടായിരുന്നില്ല. do what God wanted us to do. ദൈവം ആവശ്യപ്പെട്ട കാര്യം ചെയ്തു Our തീർക്കുന്നതിന് hearts were broken. ഞങ്ങളുടെ ഹൃദയം തകർന്നു പോയി. We said, why? ഞങ്ങൾ ചോദിച്ചു, എന്തുകൊണ്ട്? We lost the courage. ഞങ്ങൾക്ക് ധൈര്യം നഷ്ടപ്പെട്ടു. And we said, we ourselves are destroyed. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ തന്നെ നശിച്ചു പോയിരിക്കുന്നു. How can we rise up and build Karunya? ഞങ്ങൾക്ക് എങ്ങനെ എഴുന്നേറ്റ് കാരുണ്യ പടുത്തുയർത്താനാകും? But God gave my father a new kidney. എന്നാൽ ദൈവം എന്റെ പിതാവിന് പുതിയൊരു വൃക്ക നൽകി. And Jesus appeared. യേശു പ്രത്യക്ഷപ്പെട്ടു. And he said, my children, യേശു പറഞ്ഞു, എന്റെ കുഞ്ഞുങ്ങളെ, I have challenged Satan. ഞാൻ പിശാചിനെ വെല്ലുവിളിച്ചിരിക്കുന്നു. I have challenged the angels. സ്വർഗത്തിലെ ദൂതന്മാരെയും. That in the midst of this suffering and agony, my children will not let me down. ഈ കഠിനവ്യതയുടെ കഷ്ടങ്ങളുടെ മധ്യത്തിലും എന്റെ മക്കൾ എന്നെ തള്ളി പറയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ Will വെല്ലുവിളിച്ചിരിക്കുന്നു. you let me down? നിങ്ങൾ എന്നെ തള്ളി പറയുമോ? The Holy Spirit who strengthens us rose up within us. ഞങ്ങളെ ബലപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ് ഞങ്ങൾക്കുള്ളിൽ ഉണർന്നെഴുന്നേറ്റു. And we said, Lord, ഞങ്ങൾ പറഞ്ഞു, കർത്താവേ, where can we go ഞങ്ങൾക്ക് എങ്ങോട്ട് പോകാനാകും? if we deny you? ഞങ്ങൾ അങ്ങയെ തള്ളി പറഞ്ഞാൽ We have to reach heaven. ഞങ്ങൾക്ക് സ്വർഗത്തിൽ എത്തിച്ചേരണം. Have mercy. ഞങ്ങളോട് കരുണ Have തോന്നണം. mercy. ഞങ്ങളോട് കരുണ തോന്നണം. Give us strength, Lord. കർത്താവേ, ഞങ്ങൾക്ക് ശക്തി നൽകണമേ. The world was jeering at us. ലോകം ഞങ്ങളെ പരിഹസിക്കുകയാണ്.
two Christian magazines were രണ്ട് saying, ക്രിസ്ത്യൻ മാസികകളിൽ ഇപ്രകാരം അവർ എഴുതി, see, God wanted him to build Karunya നോക്കൂ, കാരുണ്യ പടുത്തുയർത്തുവാൻ ദൈവം ദിനകരനോട് ആവശ്യപ്പെട്ടത്രേ. as a university. ഒരു സർവകലാശാല He started it. അദ്ദേഹം അത് തുടങ്ങി. God killed his daughter. ദൈവം അദ്ദേഹത്തിന്റെ മകളെ കൊന്നു. He is not the right prophet. അദ്ദേഹം യഥാർത്ഥ പ്രവാചകനല്ല. Don't follow him. അദ്ദേഹത്തെ അനുഗമിക്കരുത്. But with all that, എന്നാൽ അതിന്റെ മധ്യത്തിൽ we stood up. ഞങ്ങൾ എഴുന്നേറ്റു. The Holy Spirit strengthened us. പരിശുദ്ധാത്മാവ് ഞങ്ങളെ ശക്തിപ്പെടുത്തി. We said we would rather obey God than go back hearing the jeers of the wicked people. ദുഷ്ടന്മാരുടെ പരിഹാസം കേൾക്കുന്നതിനേക്കാൾ ഞങ്ങൾ ദൈവത്തെ അനുസരിക്കുന്നതിനെ പ്രാധാന്യം നൽകി. Today, Karunya stands as a blessing to thousands and ഇന്ന് thousands. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഒരു അനുഗ്രഹമായി കാരുണ്യ നിലകൊള്ളുന്നു. And Karunyans, the graduates, are a blessing to thousands around the world. കാരുണ്യയിൽ നിന്ന് ബിരുദം നേടിയവർ ലോകമെമ്പാടുമുള്ള ആയിരങ്ങൾക്ക് ഒരു അനുഗ്രഹമായി They are തീർന്നിരിക്കുന്നു. not only in high അവർ places, ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നു they മാത്രമല്ല, are high in serving people with the love of God. ദൈവസ്നേഹത്തോടെ ജനങ്ങളെ സേവിക്കുന്നതിലും അവർക്ക് ഉയർന്ന സ്ഥാനമുണ്ട്. This is the greatest blessing God has given us. ഇതാകുന്നു ദൈവം ഞങ്ങൾക്ക് നൽകിയ മഹത്തായ അനുഗ്രഹം. Our graduates are unique, ഞങ്ങളുടെ ബിരുദധാരികൾ തികച്ചും അനന്യരാണ്. raised up with the nature of God. അവർ ദൈവിക ഭാവത്തോടെ വാർത്തെടുക്കപ്പെട്ടവരാണ്. Yes, my friends, അതെ സ്നേഹിതന്മാരെ, we built in the most adverse circumstances. ഏറ്റവും പ്രതികൂലമായ സാഹചര്യങ്ങളിലാണ് ഞങ്ങൾ കാരുണ്യ പടുത്തുയർത്തിയത്. Today, it is 40 years. ഇന്ന് 40 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. God has protected us, ദൈവം ഞങ്ങളെ സംരക്ഷിച്ചു. protected our family, ഞങ്ങളുടെ കുടുംബത്തെയും protected our name, ഞങ്ങളുടെ സൽപ്പേരിനെയും protected the ministry, ഞങ്ങളുടെ ശുശ്രൂഷയെയും protected Karunya. കാരുണ്യയെയും. Unjust അന്യായമായ accusations came, കുറ്റാരോപണങ്ങൾ ഞങ്ങൾക്കെതിരായി ഉണ്ടായി. and the power from high places came against us ഉന്നത സ്ഥാനത്തുള്ളവർ ഞങ്ങൾക്കെതിരായി അവരുടെ അധികാരവും ശക്തിയും ഉപയോഗിച്ചു to destroy Karunya. കാരുണ്യയെ നശിപ്പിക്കുന്നതിനെ. But God prevailed. എന്നാൽ ദൈവം വിജയിച്ചു. God prevailed ദൈവം വിജയിച്ചു. and given us a just name. ഞങ്ങൾക്ക് സൽപ്പേരും മാനവും നൽകി. And Karunya stands for His glory. ദൈവനാമ മഹത്വത്തിനായി കാരുണ്യ നിലകൊള്ളുന്നു. Your life also will stand. നിങ്ങളുടെ ജീവിതവും നിലനിൽക്കും. Your family will stand നിങ്ങളുടെ കുടുംബവും നിലനിൽക്കും. as you are just and righteous before God, fulfilling all His will in the greatest വലിയ attacks. ആക്രമണങ്ങൾക്ക് നടുവിലും നിങ്ങൾ ദൈവത്തിന്റെ ഹിതം നിറവേറ്റുമ്പോൾ, നിങ്ങൾ നിഷ്കളങ്കരും നീതിമാന്മാരുമായി നിലനിൽക്കുമ്പോൾ, Stand strong. ശക്തരായി നിൽക്കുവിൻ. God will stand for you. ദൈവം നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളും. And the Lord says, കർത്താവ് പറയുന്നു, who is like you? നിങ്ങൾക്ക് തുല്യൻ You're blessed by the Lord, നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹീതരാണ്. and I have saved you. ഞാൻ നിങ്ങളെ രക്ഷിച്ചിരിക്കുന്നു. Lord, I commend thy children to your care. കർത്താവെ, അങ്ങയുടെ മക്കളെ ഞാൻ തൃക്കരങ്ങളിൽ They സമർപ്പിക്കുന്നു. are doing all your will. അവർ അങ്ങയുടെ ഹിതമെല്ലാം ചെയ്യുന്നു. All the jeers, സകല പരിഹാസങ്ങൾക്ക് നടുവിലും, all the attacks against them, ആക്രമണങ്ങൾക്ക് നടുവിലും you know, Lord. അങ്ങെല്ലാം അറിയുന്നുവല്ലോ. Help them. അവരെ സഹായിക്കണം. Stand with them അവരോടൊപ്പം നിൽക്കണമേ. and help them to accomplish all your will, Lord. അങ്ങയുടെ ഹിതം നിറവേറ്റുവാൻ അവരെ സഹായിക്കണമേ. Let them have great success അവർക്ക് വലിയ വിജയം ഉണ്ടാകട്ടെ. and let them please your heart. അവർ അങ്ങയുടെ ഹൃദയത്തെ പ്രസാദിപ്പിക്കട്ടെ. As you saved Noah and his അങ്ങ് family നോഹയെയും അവന്റെ കുടുംബത്തെയും രക്ഷിച്ചതുപോലെ when all others were destroyed മറ്റെല്ലാവരും നശിച്ചു പോയപ്പോൾ and brought them to the high place on Mount Ararat. അങ്ങ് അവരെ അരാരത്ത് പർവ്വതത്തിന്റെ ഉന്നതങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. Bring thy children also to the highest level. അതുപോലെ അങ്ങയുടെ മക്കളെയും ഉന്നതങ്ങളിലേക്ക് അങ്ങ് കൂട്ടിക്കൊണ്ടുപോകണമേ. Protect them from all destruction. സകല നാശങ്ങളിൽ നിന്നും അവരെ രക്ഷിക്കണമേ. Thank you for doing it, Lord. അപ്രകാരം ചെയ്യുന്നതിന് നന്ദി. Thank you for being their അവരുടെ God. ദൈവമായിരിക്കുന്നതിന് നന്ദി. Blessed by God. അവർ ദൈവത്താൽ In അനുഗ്രഹിക്കപ്പെട്ടതിന് Jesus' name. യേശുവിന്റെ നാമത്തിൽ Amen. ആമേൻ. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. And also download the Jesus Calls app, കൂടാതെ ജീസസ് കോൾസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുവിൻ. both in Android and iOS. ആൻഡ്രോയിഡിലും iOS-ലും. The content of the app will bring great blessings and hope to you. ഈ ആപ്പിന്റെ ഉള്ളടക്കം നിങ്ങൾക്ക് വലിയ പ്രത്യാശ നൽകും. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Subscribe to this channel, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവിൻ. like this video, and share this video with everybody. ഈ വീഡിയോ ലൈക്ക് ചെയ്യുവിൻ. എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുവിൻ.